വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. മാങ്ങ സീസണൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ ചോറിൻ്റെ കൂടെ കറി വേണമെന്ന് ആരും പറയില്ല. ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി, നമ്മൾ ഒരു പറ ചോറ് അറിയാതെ തന്നെ കഴിച്ചു പോകും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ, എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ റെസിപ്പി തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാങ്ങയാണ്. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകാണ്, നമ്മുടെ എരിവിന് ആവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്ത് കോരിയെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വാട്ടുക. ഒരുപാട് വാട്ടരുത്, ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കാം. ചൂടാറിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് ഒരു ചെറിയൊരു പീസ് വെല്ലം കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെസിപ്പി റെഡി. അപ്പോൾ എങ്ങനെയാണ്, മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂലേ? വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട് അല്ലേ? അപ്പോൾ ഒന്നും നോക്കണ്ട, വേഗം പോയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.